ഖുർആൻ പറഞ്ഞ കഥകൾ 73-ാം ഭാഗം. ഏറ്റവും മനോഹരമായ കഥ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ കഥാകഥനം ആരംഭിക്കുകയാണ്. സൂറത്ത് യൂസുഫിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയുന്നു: നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. നാം നിനക്ക് ഏറ്റവും നല്ല കഥ കഥനം ചെയ്തു തരികയാണ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നാം നിനക്ക് ഏറ്റവും നല്ല കഥ പറഞ്ഞു തരികയാണ്. ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ, ഈ പരിശുദ്ധ ഖുർആൻ ബോധനമായി നൽകിക്കൊണ്ട്. വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ, ഇതിനു മുമ്പ് നീ ഇതൊന്നും അറിയാത്ത, ഇതൊന്നും മനസ്സിലാക്കാത്ത ആളുകളുടെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിവില്ലാത്ത, നിനക്ക് പരിചിതമല്ലാത്ത ഒരു കഥ അതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ നിനക്ക് പറഞ്ഞു തരികയാണ്. എന്തുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ അല്ലെങ്കിൽ സൂറത്ത് യൂസുഫ് ഏറ്റവും മനോഹരമായ കഥയായി മാറുന്നത്? എങ്ങനെയാണ് ഇത് മറ്റു കഥാകഥനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഈ വിഷയത്തിൽ ഒരുപാട് പഠനങ്ങളും നിരീക്ഷണങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട്. എന്തായിരുന്നാലും സൂറത്ത് യൂസുഫിലൂടെ കണ്ണോടിച്ചു നോക്കുമ്പോൾ, സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രവാചകന്റെ ലക്ഷണമൊത്ത ഒരു സമ്പൂർണ്ണ കഥ നമുക്ക് ലഭിക്കും. തുടക്കവും ഒടുക്കവും ലഭിക്കും. ഏറ്റവും മനോഹരമായ കഥ, ഏറ്റവും മനോഹരമായ ഭാഷയിൽ, ശൈലിയിൽ, രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതായി നമുക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു സൂറത്തുകളിൽ ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഹൂദ് നബിയുടെയും സ്വാലിഹ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഒക്കെ സംഭവ കഥകൾ നമുക്ക് പറഞ്ഞു തന്നതായി നാം മനസ്സിലാക്കുകയുണ്ടായി. പക്ഷെ അതൊക്കെ പല സൂറകളിലായി ചിന്നി ചിതറി കിടക്കുകയാണ്. ഒരു സൂറയിൽ തന്നെ പൂർണ്ണമായി ഈ കഥ അവതരിപ്പിക്കുകയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത്. എന്നാൽ യൂസുഫ് നബിയുടെ കഥ വ്യത്യസ്തമാണ്. യൂസുഫ് നബിയുടെ തുടക്കം മുതൽ, ചെറുപ്പം മുതൽ വലുപ്പം വരെ ആ കഥ മുഴുവൻ, യൂസുഫ് നബിയുടെ ജീവിത കഥ സമ്പൂർണമായി ഈ സൂറത്തിൽ പറയുകയാണ്. വേറെ ഒരു സൂറത്തിലും യൂസുഫ് നബിയുടെ കഥ പറയുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ മറ്റു ഭാഗങ്ങൾ പറയുന്നില്ല. ഒരു പ്രവാചകന്റെ കഥ സമ്പൂർണമായി ഈ കഥയിലൂടെ, ഈ സൂറത്തിലൂടെ അവതരിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ സവിശേഷത. അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ നാനാവശങ്ങളിലൂടെ ഈ കഥ കടന്നു പോകുന്നുണ്ട്. ഈ കഥയിൽ പിതാവായ യാക്കൂബ് നബിയും പുത്രന്മാരായ യൂസുഫ് നബിയും ബിന്യാമീനും സഹോദരന്മാരുമൊക്കെ കടന്നു വരുന്നുണ്ട്.
അവരുടെ വീടും നാടും കാടും കച്ചവട സംഘങ്ങളുമൊക്കെ കടന്നു വരുന്നുണ്ട്. ജയിലും ജയിൽ പുള്ളികളും രാജാവും രാജ്ഞിയും മന്ത്രിമാരും പ്രജകളും നഗരത്തിലെ സ്ത്രീകളും കൊട്ടാര പണ്ഡിതന്മാരും വേലക്കാരും അങ്ങനെ ജീവിതത്തിലെ വ്യത്യസ്ത മേഖലകളിലുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള കഥാപാത്രങ്ങളിലൂടെ ഈ കഥ കടന്നുപോകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്വപ്നത്തിൽ തുടങ്ങി സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തോടെ അവസാനിക്കുന്ന വളരെ മനോഹരമായ ശുഭപര്യവസായിയായ ഒരു കഥയാണ് സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. ഷഹീദ് സയ്യിദ് ഖുത്ബ് ഈ കഥകളെ 28 രംഗങ്ങളായി ചിത്രീകരിക്കാം എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട്. ഈ കഥ നടക്കുന്ന പ്രധാനപ്പെട്ട ലൊക്കേഷനുകൾ, ഒന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ജനിച്ച വീടും പരിസരവും അഥവാ ഫലസ്തീൻ. ചില തഫ്സീറുകളിലൊക്കെ ഫലസ്തീനിലെ ഹെബ്രോൺ അല്ലെങ്കിൽ ഖലീൽ എന്ന് പറയുന്ന പ്രദേശമാണ് ഈ പ്രദേശം എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു ലൊക്കേഷൻ കാടാണ്. മറ്റൊരു ലൊക്കേഷൻ ഈജിപ്തിലെ ചന്തയാണ്. നാലാമത്തെ ലൊക്കേഷൻ ഈജിപ്തിലെ കൊട്ടാരമാണ്. മറ്റൊരു കഥ നടക്കുന്ന സ്ഥലം ജയിലാണ്. ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ പല സംഭവങ്ങളിലൂടെ കഥയങ്ങനെ വികസിച്ച് അവസാനം കുടുംബം മുഴുവൻ ഒന്നിക്കുന്ന സന്തോഷകരമായ അന്ത്യത്തോടുകൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 12ാമത്തെ സൂറത്താണ് സൂറത്ത് യൂസുഫ്. ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം കൂടി മനസ്സിലാക്കുന്നത് ഈ കഥയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ ഏറെ ഉപകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിന്റെ അവസാന കാലത്താണ് ഈ സൂറത്ത് യൂസുഫ് അവതരിപ്പിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുകയോ അല്ലെങ്കിൽ ബന്ധനസ്ഥനാക്കുകയോ അല്ലെങ്കിൽ നാടുകടത്തുകയോ ഒക്കെ ചെയ്യണമെന്ന് ശത്രുക്കൾ ആലോചിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സൂറത്ത് യൂസുഫ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജൂതന്മാരുടെ പ്രേരണയാൽ അറബികൾ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് നബിയുടെ പ്രവാചകത്വം പരീക്ഷിക്കാൻ വേണ്ടി വലിയ ഒരു ചോദ്യം ചോദിക്കുന്നു. ഫലസ്തീൻ നിവാസികളായ ബനൂ ഇസ്രായേല്യർ എങ്ങനെ ഈജിപ്തിലെത്തി? അറബികൾക്ക് ഈ ചരിത്രമോ ഈ കഥകളോ ഒന്നും അറിയില്ല. സ്വാഭാവികമായും ഈ ചോദ്യത്തിനു മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം മുട്ടി നബി പരാജയപ്പെടും എന്നായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ വിചാരിച്ചത്. അങ്ങനെ നബിയെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയായിരുന്നു ഫലസ്തീനിൽ താമസിച്ചിരുന്ന ബനൂ ഇസ്രായേല്യർ എങ്ങനെയാണ് ഈജിപ്തിലെത്തിയത് എന്ന ചോദ്യം അവർ ചോദിച്ചത്. എന്നാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട സകല സംഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ചോദ്യത്തിന് ഉത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം മുഴുവനായി കൊടുത്തതുപോലെയായി ചോദ്യം ചോദിച്ച മുശ്രിക്കുകൾ അതോടുകൂടി പരാജിതരായി ഇളിഭ്യരായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫ് 7ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൽ ലിസ്സായിലീൻ. അന്വേഷിക്കുന്നവർക്ക്, ചോദ്യം ചോദിക്കുന്നവർക്ക് യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ഒരുപാട് പാഠങ്ങളുണ്ട്.
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളുടെ ചോദ്യത്തിന് മറുപടിയായി പഠിപ്പിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു സംഭവ വിവരണമോ ഒരു കഥാകഥനമോ അല്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വലിയ കഥാപാഠമാണ്. ഒരുപാട് തെളിവുകൾ, ഒരുപാട് പാഠങ്ങൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രധാനമായും ഈ സംഭവ കഥ ഇത്ര വിശദമായി പറയുന്നതിന് രണ്ട് ഉദ്ദേശ്യങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ സ്ഥിരീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് സ്ഥാപിക്കുക. അവരുടെ ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി പറയുന്നതോടുകൂടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനാൽ നിയോഗിതനായ പ്രവാചകനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഇതാണ് ഒന്നാമത്തെ ഉദ്ദേശ്യം. അതോടൊപ്പം തന്നെ മറ്റൊരു ഉദ്ദേശ്യം, രണ്ടാമത്തെ ഉദ്ദേശ്യം, ഈ കഥ, ഈ സംഭവം അവരോട് പറയുന്നത് വഴി മക്കയിലെ മുശ്രിക്കുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾക്ക് വ്യക്തമായ താക്കീത് നൽകുക. യൂസുഫ് നബിയെ അപകടപ്പെടുത്താൻ ശ്രമിച്ച സഹോദരന്മാർക്ക് എന്തൊരു ഗതിയാണോ വന്നത്, അതേ ഗതി തന്നെയാണ് നിങ്ങളുടെ സഹോദരനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന നിങ്ങൾക്കും വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൊല്ലാൻ ശ്രമിച്ചു. യൂസുഫ് നബിയെ സഹോദരന്മാർ കൊല്ലാൻ ശ്രമിച്ചതുപോലെ തന്നെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പലായനം ചെയ്ത് യസ്രിബിലെത്തുകയും അവിടെ ചെന്നെത്തി അവിടെ ഭരണാധികാരിയായി മാറുകയുമാണ്. യൂസുഫ് നബിയും അങ്ങനെ തന്നെയായിരുന്നു. യൂസുഫ് നബിയെ കൊല്ലാൻ ശ്രമിച്ച സഹോദരന്മാർ പക്ഷേ യൂസുഫ് ഈജിപ്തിലെത്തുകയും അവസാനം ഈജിപ്തിലെ ഭരണാധികാരിയായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം തന്റെ കൊട്ടാരത്തിലേക്ക് സഹോദരന്മാരെയും കുടുംബത്തെയും മുഴുവൻ വിളിച്ചു വരുത്തുകയും സഹോദരന്മാർക്ക് അവർ ചെയ്ത ക്രൂരതക്ക്, അവർ ചെയ്ത തെറ്റിന് മാപ്പ് നൽകുകയുമാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്യുന്നത്. ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. സൂറത്ത് യൂസുഫ് 92-ാമത്തെ ആയത്ത്. യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സഹോദരന്മാരോട് പറയുന്നുണ്ട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്കുമേൽ യാതൊരു പ്രതികാരവുമില്ല, യാതൊരു ചാർജ് ഷീറ്റുമില്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അവൻ കരുണാനിധിയാണ്, പരമകാരുണികനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മാപ്പരുളുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിലെത്തി 8ാമത്തെ വർഷം മക്ക കീഴടക്കുമ്പോൾ, മക്ക വിജയത്തിന്റെ സമയത്ത് തന്റെ കുടുംബക്കാരെ, തന്റെ ഗോത്രക്കാരെ, ഖുറൈശികളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് അവരിൽ അപരാധികളായ നബിയെ ഉപദ്രവിച്ച, നബിയെ വധിക്കാൻ ശ്രമിച്ച, പരമാവധി എല്ലാതരം പീഡനങ്ങളും ഏൽപ്പിച്ച ആ സമൂഹത്തോട് നബി പറയുന്നത്, ഇന്നി അഖൂലു ലക്കും കമാ ഖാല യൂസുഫ് ലി ഇഖ്വതി, യൂസുഫ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞതുപോലെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം ഇദ്ഹബു ഫഅൻതുമുത് തുലഖാ, ഇന്ന് നിങ്ങൾക്കെതിരെ യാതൊരു പ്രതികാര നടപടിയുമില്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫ് നബിയെ ഓർത്തുകൊണ്ട്, യൂസുഫ് നബി തന്റെ സഹോദരന്മാർക്ക് മാപ്പ് നൽകിയതോർത്തുകൊണ്ട് ഇവിടെ മക്കയിലെ മുശ്രിക്കുകൾക്കും മാപ്പ് നൽകുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, എത്രത്തോളം പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം കടന്നുപോയത് എന്ന്. അദ്ദേഹം അടിമയായി ചന്തയിൽ വിൽക്കപ്പെടുന്നു.
ഒരാൾക്ക് അത് എത്രമാത്രം പ്രയാസമാണ്, നിന്ദ്യതയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. പക്ഷേ അദ്ദേഹം നിരാശപ്പെടുന്നില്ല. പിന്നീട് അദ്ദേഹം കൊട്ടാരത്തിലെത്തുന്നു. അദ്ദേഹത്തിനെതിരെ സ്വഭാവ ദൂഷ്യം ചുമത്തി അദ്ദേഹത്തെ ജയിലിലാക്കുന്നു. ഒരാൾ തളരാൻ ഇത് മതി. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം തളരുന്നില്ല. പിന്നീട് അദ്ദേഹം ജയിൽ മോചിതനാകുന്നു. അവിടത്തെ ഭരണകൂടത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് വ്യക്തമായ ദിശാബോധം നൽകിക്കൊണ്ട് ശരിയായ അർത്ഥത്തിൽ ഭരണത്തിന്റെ ചെങ്കോലേറ്റെടുക്കുന്നു. അങ്ങനെ പിന്നീട് തന്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് കുടുംബവുമായി വീണ്ടും ഒരു യോജിപ്പ്, അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിയുന്ന ഒരു പര്യവസാനം നമുക്കിവിടെ കാണാൻ സാധിക്കും. വീട്ടിൽ നിന്ന് തുടങ്ങി കൊട്ടാരത്തിൽ അവസാനിക്കുന്ന കഥ. ഒരു സാധാരണ വീട്, പിന്നീട് കാടും കൊട്ടാരവും കൊട്ടാരത്തിലെ പ്രലോഭനങ്ങളും ജയിലും ജയിലിലെ പുള്ളികളും അവരോടുള്ള പ്രബോധനവും, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ മനോഹരമായി ഒരു മാലയിൽ ചേർത്തുവച്ച മുത്തുമണികൾ പോലെ മനോഹരമായ ഒരു കഥ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇൻഷാ അല്ലാഹ് ആ കഥ നമുക്ക് ഖുർആൻ പറഞ്ഞു തരുന്നത് പോലെ നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.